യഥാർത്ഥത്തിൽ ഇന്നലെ കോടതി നടന്നതിനെക്കുറിച്ച് അവർക്കൊരു വിവരം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളാണ് അവരെ അറിയിച്ചത്. അതായത് ഇന്നലെ കോടതിയിൽ വാദങ്ങൾ പൂർത്തിയായി 11 മണിക്ക് വിധി പറയുകയാണ്. അപ്പോൾ അവർ എന്താണ് കോടതി നടന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ അവർക്കില്ലായിരുന്നു. അപ്പം ഞങ്ങളാണ് അവരോട് ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിപ്പിച്ചത്. മാത്രം അവർക്ക് വലിയൊരു ആശ്വാസം തോന്നി. അതായത് ഇന്ന് മിക്കവാറും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അവരുടെ ജയിലിനുള്ളിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ അവർക്ക് ഇന്നലെയാണ് 2 കട്ടിൽ കിട്ടിയത്. പക്ഷേ കട്ടിൽ ഈ ജയിലിന്റെ അവരുടെ സെല്ലിനുള്ളിൽ 53 പേരുണ്ട്. അപ്പോൾ കട്ടിലൊന്നും സെല്ലിനുള്ളിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് അവർ വരാന്തയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ജയിലാണ്, ജയിലിൻ്റെതായ അസൗകര്യമുണ്ട്. കൊതുകടിയൊക്കെ കാരണം അവർക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇനി അതിനുള്ള ഓയിൽമെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് വേണ്ടി വരില്ലെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. പോഡമോക്സ് ഒക്കെ കൊടുക്കാം എന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരിന്ന് ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ അതിന്റെ ആവശ്യം വരില്ലെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മറ്റ് നടപടിക്രമങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇത് ബിലാസ്പൂർ കോടതിയിൽ തീരുമാനം അനുകൂലമായി കഴിഞ്ഞാൽ അത് ഡിജിറ്റലായി തന്നെ ഇമെയിലായി തന്നെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അയക്കാം. അത് അവിടെ നിന്ന് വരേണ്ട കാര്യമില്ല. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ബൈ ഹാൻഡ് ഇങ്ങോട്ട് വരും. ജയിലിൽ അവർ ആ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഷുവർട്ടിയൊക്കെ അവിടെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ജയിലിലേക്ക് ഈ കടലാസ് വന്നാൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ അവരെ പുറത്തിറക്കാമെന്ന് ജയിൽ സൂപ്രണ്ട് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ജയിലിൽ 8:30 വരെ, രാത്രി 8:30 വരെ ഓർഡർ വന്നാലും അവരെ പുറത്തിറക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 8:30 വരെ അവർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. അവിടെ ബിലാസ്പൂർ കോടതിയിൽ നിന്ന് ഇനി 1 മണിക്കൂറിനുള്ളിൽ തന്നെ 11 മണി കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂറിനുള്ളിൽ മെയിലായിട്ട് വന്നാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ ഇന്ന് തന്നെ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ സ്വാഭാവികമായിട്ടും അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ ഏതാനും മണിക്കൂറുകൾ റെയിൽവേ സ്റ്റേഷനിൽ ചെലവഴിക്കാനും തീവണ്ടി ചെലവഴിക്കാനും വന്ന ആൾക്കാർ 9 ദിവസമായിട്ട് ഈ കാരാഗൃഹത്തിൽ അവരവരുടെ തിരുവസ്ത്രമണിഞ്ഞ് ഈ കൊടും ക്രിമിനലുകൾക്കൊപ്പം കഴിയുകയാണ്. അതിന്റേതായ മാനസിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരെ അലട്ടുന്നുണ്ട്. എങ്കിൽ പോലും അവർ പതറാതെ മുന്നോട്ട് പോകാനുള്ള ഒരു നിശ്ചയദാർഢ്യത്തിലാണ് ഉള്ളത്. അവർ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു.